ഗ്ലാസ് മാത്രമേ ഉള്ളൂ. വെൽക്കം ബാക്ക്, ഷബിയാണേ. അപ്പോൾ ഇന്ന് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ വണ്ടി ചെറുതായിട്ടും തട്ടി. നമ്മളെ എന്താ പറയാ, മിറർ ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അന്ന് റെഡിയാക്കാൻ പറ്റും നോക്കണം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ഷോപ്പ് ഒന്ന് തുറക്കാൻ വഴിയില്ല. നോക്കി നോക്കാം, നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ കീശ്ശേരി പോവാണ് ഗൈസ്. എന്താ പറയാ, എവിടെയും കറങ്ങാല്ലോ. നമ്മൾ ഇവിടുത്തെ കറങ്ങി കഴിഞ്ഞ് ഇനി സ്റ്റേറ്റ് വിട്ട് പോകണം. സ്റ്റേറ്റ് വിട്ടല്ലേ, ജില്ല വിട്ട് പോകണം. എന്താ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നും അല്ല, എന്നാലും വെറുതെ ഒരു കറങ്ങല്. ഏതായാലും വെറുതെ ഇരിക്കല്ലേ, അപ്പൊ ഇങ്ങനെ കറങ്ങുക അത്രേ ഉള്ളൂ. നമ്മൾ എന്താ പറയാ, ഈ സൈഡ് മിറർ നമ്മൾ ഒരട്ട് പൊട്ടിയല്ലോ, അത് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ കുറേ നോക്കി. പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ഷോപ്പും തുറന്നിട്ടില്ല ഗൈസ്. അപ്പം ഇനി നാളേക്ക് നടക്കുമോ നോക്കാം. ഞാൻ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതാണ്, ഒരു വിഷമമാണ് എനിക്കുള്ളത്. അങ്ങനെ നോക്കിയിട്ട് വരില്ല, എൻ്റെ വിഷമം അങ്ങനെ ഒന്നും തോന്നില്ല. നോക്കണ്ട. സംഭവം ഇടുങ്ങിയ റോഡാണെങ്കിൽ നല്ല റോഡാണ് ഇവിടെ, സെറ്റപ്പ് റോഡ്. വല്ലാതൊന്നും ഉണ്ടാവില്ല, കാണാനായിട്ടൊന്നും ഉണ്ടാവില്ല. വെറുതെ പോക്ക് അത്രേ ഉള്ളൂ. ഗ്ലാസും കൊണ്ട് പോയി പൂക്കളത്തൂരെത്തിയപ്പോ നമ്മള് ഇനി ഇവിടുന്ന് കീശ്ശേരിക്ക് വെറും മിനിറ്റുകൾ മാത്രം. സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ, നമുക്ക് വേറൊരു സ്ഥലത്തോടും പോകണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ചെറിയൊരു യാത്രയിൽ നമ്മൾ ഒതുക്കിയത്. അല്ലെ നമ്മള് കുറച്ച് ലോകമൊക്കെ അടിച്ച് പോരാല്ലോ പ്ലാന്. ഭയങ്കര വണ്ടി, പ്രത്യേക രസമല്ലേ കാണാൻ. വണ്ടിന്റെ ബാക്ക് പോകുമ്പോ മിക്കവാറും 2 മണി ആവുമല്ലോ അടുത്തെങ്കിൽ. സ്ഥലത്തിന്റെ പേരറിയെങ്കിൽ സ്ഥലത്തിന്റെ പേര് തൃപ്പനച്ചി. തൃപ്പനച്ചി ഉസ്താന്റെ മഖാമൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. ഇത് തൃപ്പനച്ചി എന്താ പറയാ ജംഗ്ഷൻ ആണിത്. ഒന്ന് കുറച്ചാണ് പോയി കഴിഞ്ഞാൽ നമ്മളെ ഉസ്താന്റെ മഖാമ് പള്ളിയൊക്കെ കാണാൻ പറ്റും. കാറിലൊക്കെ ചെറിയൊരു കുട്ടി ചെറുത്തട അതിന്റെ നൈറ്റിലുണ്ട്. പിന്നെ അന്തോടുണ്ട് കുറച്ചോന്. ഇന്റെ ബാക്ക് വലിയ കാറ് കയറാണ്. ഒന്ന് വണ്ടി മാറ്റി തരുമോ? കൊണ്ട് ചില്ലറ കയറുന്നല്ലോ. ഒരു പുള്ളിയെ എന്താ കാര്യം അറിയോ? ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ലോഗോ, അതുപോലെ ഇപ്പൊ അവിടെ കണ്ട ലോഗോ, പിന്നെ മിനി കൂപ്പറിന്റെ ലോഗോ, ഈ 3 ലോഗോക്കും ഒരേ സെയിം പാറ്റേൺ അല്ലേ? പ്രത്യേകിച്ച് നമ്മള് മിനി കൂപ്പറിന്റെ ലോഗോ, എന്താ പറയാ ബോബി ചെമ്മണ്ണൂരിന്റെ ലോഗോ ഒക്കെ സെയിം സാധനമാണ്. ഇതിലിപ്പോ ആരെ കോപ്പി അടിച്ചെന്ന് പറയാൻ പറ്റൂല. കോപ്പി അടിച്ചൊക്കെ ടിക്കിക്കട്ടെ ഗംഭീരമായിട്ടുള്ള മോന്തി വെച്ച് ഇറക്കുക. എനിക്ക് ചാടിച്ചറിയോ കൈയിട്ട്
ഇതാണ് നമ്മളെ എന്താ പറയാ തുപ്പരച്ചി ഉസ്താദിന്റെ മക്കാമ് കടയില് അധികം സന്ദർശിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരലുണ്ട്. ഇപ്പോഴും കാണട്ടെ, നമുക്ക് കുറെ ആൾക്കാർ ഇവിടെ കാണാം. ഇതിന് മുകളിലായിട്ടൊരു കൊടിമരമുണ്ട് ഇവിടെ. ഏതാ റോഡെന്ന് അറിയില്ല, അങ്ങോട്ട് ഒരു കൊടിമരം ഇവിടെ ഉണ്ട്. കമ്പത്തി ഗൈസ് ഇവിടെ തുറന്നിട്ടില്ല. തട്ടരുത്, ഒരൊറ്റ തട്ടി പോരിയോട്. തട്ടീന്റെ ക്ഷീണം മാറിയില്ല. പാലക്കാടും കണ്ട് നമ്മൾ നെൽപ്പാടുകൾ ഇവിടെ ഉണ്ട്. എന്താലേ ഇതിന്റെ പേരെന്താ? സ്ഥലത്തിന്റെ പേര് കണ്ടില്ല. ഇപ്പൊ കീശ്ശേരി പോണത് ഒരു കാര്യമില്ലാതെ പോവാട്ടോ, വെറുതെ പോവാണേ. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ കീശ്ശേരി എത്തി. അറിയാനാണ് കേട്ട ഇവിടെ എന്തോ വലിയ സാധനം കാണാണ്ട്, ഒന്നുമില്ല ഇവിടെ, വെറുതെ പറയാ. ഞങ്ങളുടെ വണ്ടി അരിക്കോട് പോലെതാ കീശ്ശേരി കാണാനില്ല. അരിക്കോടൊക്കെ അപ്പൊ കീശ്ശേരി എന്താ പറയാ ജംഗ്ഷനാണ്, അങ്ങാടി അടുത്ത്. ഒരുപാട് ഓട്ടോക്കാരുണ്ട് സൈഡിൽ ഇങ്ങനെ ഓരോ യാത്രകളെയും കാത്തിരിക്കുന്നുണ്ട്. എന്താ പറയാ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ബസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. നമ്മള് വെറുതെ വരില്ല, അപ്പൊ ഓരോ യാത്രകൾ ഇങ്ങനെ ആസ്വദിച്ചു പോവാന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പോവാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ സൈഡിലെ കുറെ നെൽപ്പാടങ്ങളുണ്ട് കേട്ടോ, അങ്ങോട്ട് വെക്കോ ഇല്ലത് അവിടെ നെല്ല് പെട്ടനല്ലേ, നല്ലല്ലേ അതല്ലേ നെൽക്കതിരുകളാണ് ഗൈസ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികം ഓഡിറ്റോറിയത്തും ഇങ്ങനെ കല്യാണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ പടി, ഇതാണ് ടീച്ചർ പടി. ടീച്ചർമാർ മാത്രമുള്ള ഒരു പടിയാണ് ടീച്ചർ പടി. നമ്മളിപ്പോ ഇങ്ങോട്ട് പോകണമെന്ന് പടച്ചമ്പരാന് മാത്രം അറിയും. എന്തേന്ന് പറയുക, എന്തും ഉണ്ടാക്കണത്. ഞാനെന്ത് പറയാ, 30 കിലോമീറ്റർ സ്പീഡ്. അടിപൊളി റോഡിലാണ്. കണ്ടോ, ചാടി ഇങ്ങനെ പോവാ, ആരും ഉറങ്ങൂല എന്തായാലും. എനിക്കും അറിയില്ല വണ്ടിക്കും അറിയില്ല ഞാൻ കണ്ടു പോണത്. റോഡ് മുതലാട്ടോ, ഒന്നും പറയാല്ല, ഭയങ്കര ഷാർപ്പ്. ഇങ്ങോട്ട് പോരും, കരിമ്പ് ജ്യൂസ് കുടിച്ചു പോരും. കരിമ്പ് ജ്യൂസ് ഒരു പ്ലാറ്റിനം വരുന്നുണ്ട്. കപ്പിൾസ് എന്നാ ലഭ്യമോളെ കറി. ഇവിടെ നേരാവനി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ശരി തന്നെ ആയിക്കൂലേ. വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വേണ്ടേ. നമ്മൾ കരിമ്പ് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്.
നമ്മളാ ഗ്ലാസ് പൊട്ടിച്ച് ഒരുമാതിരി ഇടങ്ങേറിട്ട്. ഇത് ഞായറാഴ്ച ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് നോക്കിയേനെ. ഇവിടെ ഒടുവായിട്ട് നമ്മുടെ മാസ്റ്റർ പീസിന്റെ ഷോപ്പ് ഉണ്ട് ഇവിടെ. കർട്ടൻസ്, മാസ്റ്റർ പീസ് കർട്ടൻസ് ആൻഡ് ബ്ലൈൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ബ്ലൈൻഡ്സ് പറഞ്ഞാൽ എന്താ? എനിക്കറിയില്ല. ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവരല്ലേ? അതെ, കണ്ണ് കാണാത്തവർക്ക് ഇപ്പോൾ അവിടുത്തെ കാര്യവും ഇപ്പൊ ചോടർന്നു നോക്കോ. 4.6 കിലോമീറ്റർ. അവിടെ നല്ല എന്തായാലും ഉഷാറായിട്ട് പോവാം. ഞാൻ മുമ്പ് ചാടാൻ വേണ്ടില്ല, ചെങ്ങനെ സൈഡാക്കാൻ പറഞ്ഞതാ. എന്താണ് നിർത്തിലേറ്റ് എത്തണം ഇവിടെ? കണ്ടില്ല. നേരത്തെ കണ്ടില്ലല്ലോ? കണ്ടോ? ഇതാ നിൽക്കതില് ആ പോയി ഇവിടെ പോയി. അല്ലെങ്കിൽ നല്ല കാര്യത്തിൽ കിട്ടില്ല. ഇതിപ്പോ നമ്മള് പിന്നെയും കീശ്ശേരി എത്തി. കീശ്ശേരി അല്ല ശരിക്കും ഗണേശ്. 1.5 കിലോമീറ്റർ. 3 അപ്പൊ കൊണ്ടോട്ടോടല്ല മനസ്സിലായി. ബ്ലോക്ക് ആയോ? അതായത് മഞ്ചേരി മാത്രമേ ബ്ലോക്ക് ഉള്ളൂ. ഇത് എല്ലായിടത്തും ഉണ്ടല്ലേ? സ്ഥിരമുണ്ട്. ആദ്യം ഞാൻ കാണിക്കും, പിന്നെ ചർച്ച മതി. അടുത്തായിട്ട് നമ്മളെ ഷോപ്പ്, എൻ്റെ ഷോപ്പ് ഈശ്വരിലെ ഷോപ്പ്. ഞാൻ വരലില്ലേ? എന്താ അവിടെ നെല്ലൂറിൽ വീട്ടു ബസ് ഇവിടെ കട്ട് ചെയ്തോണ്ടിട്ട് തന്നെ ഓൽക്ക് പണിയിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി 3 കിലോമീറ്റർ. ഇനി ഉണ്ടോ 3 കിലോമീറ്റർ? ഇവിടെ നല്ല നേരെ ഊട്ടി കൂട്ടാൻ നമുക്ക്. ഊട്ടി പോയി വൈകുന്നേരം ഇന്ന് വേണ്ട നമുക്ക്. ഇനി എന്താ ഞായറാഴ്ച അല്ലാത്ത ഏതെങ്കിലും ദിവസം ചെയ്യണ്ടേ? സൺഡേ ഹോളിഡേ. വഴിമണ്ണ പഞ്ചായത്താണത്. ഇതിന് 10 വേണോ? 2 കുട്ടികളുണ്ടെന്ന് ടൈം എഴുതിച്ചാണ് 10 100 രൂപ. ഈശ്വരിയിലെ ഫർസ ഹോട്ടലാണത്. ഇപ്പൊ എത്ര മിനിറ്റ് ആയിട്ട് വീട് എടുത്തിട്ട്? ഇതിന് കാര്യം ശ്രദ്ധിച്ചോ? നമ്മള് ലീവില് ഞായറാഴ്ച ഒന്നും. നമ്മൾ മാസ്റ്റർ പീസിന്റെ ഷോപ്പാണിട്ടത്, കർട്ടൻ ആൻഡ് ബ്ലൈൻഡ്സ്. നമ്മളിതും ഇങ്ങനെ പോയപ്പോൾ അവിടുന്ന് കണ്ടതാണ്. അപ്പോൾ ഒന്നും നോക്കില്ല, നമ്മൾ വെറുതെ കയറി. ഏതായാലും ഞായറാഴ്ച തന്നെ തുറക്കണില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്നാ പിന്നെ ഞാൻ തർത്ത പരിപാടി പോവല്ലെന്നാ എന്നാ പിടി. അപ്പം ഇനി നേരെ നമ്മൾ നാട്ടിക്ക്. ഞങ്ങൾ പോച്ചേൻ്റെ അടുത്ത് ലോകം കണ്ടുപിടിച്ചിട്ടാ ബസ്സിന്റെ ബാക്കിൽ. ഇതാ ആ ലോകക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് വേണ്ടി
വെച്ചാല് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കാറിന്റെ സ്പെയറിന്റെ കടകളൊന്നും തുറക്കൂല, ആക്സസറീസിന്റെ കട തുറക്കൂല. അപ്പോൾ ഇനി ഇവിടെ എങ്ങനെ എവിടെയെങ്കിലും ഒന്ന് തുറന്നതുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ തുറന്നിട്ടില്ല. അപ്പം ഞാനൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഇനി നേരെ നാട്ടിൽ പോവാണ്. കാരണം ഇനി വേറെ പരിപാടി കൂടി ഉണ്ട്. പറ്റണെങ്കിൽ ആവും കൂടി അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ നോക്കാം. അത്ര എനിക്ക് പറയാൻ കഴിയുള്ളൂ. നോക്കട്ടെ. അപ്പം ഇനി നേരെ നമ്മളെ നാട്ടിലേക്ക് പോവാണേ. വലിയ റോഡും ചെറിയ വാഹനങ്ങളും. പത്തിൻ്റെ മുമ്പിൽ ഞാൻ എപ്പോഴാണ് ചാടുക? വളവാണ്.